തിരുവനന്തപുരം കഠിനംകുളത്ത് പോലീസിനെ വെട്ടിച്ച് കുപ്രസിദ്ധ കുറ്റവാളി സിനിമാ സ്റ്റൈലിൽ കടന്നുകളഞ്ഞു. ഓട്ടം വിളിച്ച യൂബർ കാർ തട്ടിയെടുത്താണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുഹൈർ കനി കടന്നുകളഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി 3 പേരെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി കഠിനംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ പുതുക്കുറിച്ചി സ്വദേശി സുഹൈൽ കനി 3 പേരെ ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിച്ചത്. ഗുണ്ടാപകയായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പുതുക്കുറിച്ചി സ്വദേശി ഷറഫുദ്ദീൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുഹൈലിനായി പോലീസ് തെരച്ചിൽ ശക്തമാക്കുന്നതിനിടെയാണ് വാടകയ്ക്ക് വിളിച്ച യൂബർ ടാക്സി കാറുമായി ഇയാൾ കടന്നു കളഞ്ഞത്. പുതുക്കുറിച്ചി സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫോണിൽ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞ് വണ്ടി ഒന്ന് റിവേഴ്സ് കയറ്റി ഇടാൻ പറഞ്ഞു. ആ ബസിന്റെ സൈഡിലോട്ട് ഇടാൻ പറഞ്ഞു. അവിടെ ഇട്ടു. അപ്പൊ തന്നെ പുള്ളി ഒരു ട്രാക്ക് സൂട്ടും ഒരു ടീഷർട്ടും കയ്യിലൊരു ബാറ്റും ഉണ്ട്. അപ്പൊ ഞാൻ കളിക്കാൻ പോകുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, വണ്ടി കയറിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് പെരുമാറ സൈഡിലോട്ട് പോകണമെന്നത്. അപ്പൊ പുള്ളിയുടെ OTP എന്ന് ലൊക്കേഷൻ നോക്കുമ്പോൾ വെന്നാറമോട് സൈഡാണ് കാണുന്നത്. അങ്ങനെ പുള്ളി പറഞ്ഞ് അപ്പുറം വരെ ഒന്ന് പോകണം, എനിക്ക് 2 കസ്റ്റമർ അവിടെ ഉണ്ട്, അവിടെ എടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞു സാറേ, ഇത് റൂൾസിൽ നടക്കാത്തതാണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇയാളെ ബാറ്റ് മുറുക്കി കാണിച്ചു. പെരുമാത്തൂർ ജംഗ്ഷനിൽ യൂബർ ടാക്സി എത്തിയപ്പോൾ സുഹൃത്തുക്കൾ കൂടെ കയറാനുണ്ടെന്ന് ഇയാൾ ഡ്രൈവറോട് പറഞ്ഞു. തുടർന്ന് ഡ്രൈവർ സമീപത്തെ കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയ തക്കത്തിന് സുഹൈൽ വാഹനവുമായി കടന്നു കളയുകയായിരുന്നു. ഞാൻ ഇറങ്ങി ചായ ഓർഡർ ചെയ്ത് ചായ മേടിച്ച് ഗൂഗിൾ പേ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുന്ന വണ്ടിയില്ല. പുള്ളി എങ്ങോട്ട് പോയെന്ന് ഒരു പിടുത്തമില്ല. ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കാറ് പിന്നീട് ചെറിയ തുറയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മുൻപ് കാപ്പ ചുമത്തി നാട് കടത്തുകയും 6 മാസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത കുറ്റവാളിയാണ് സുഹൈൽ കനി. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.